ഹായ് മക്കളെ, ഇത്തവണ നീറ്റ് എഴുതിയ ആൾക്കാർ പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് എഴുതിയ ഒരുപാട് കുട്ടികൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീറ്റ് ഇത്തവണ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എളുപ്പമാണ്. പല കോച്ചിങ് സെൻറ്ററുകളിൽ നിന്നും വരുന്ന മാർക്കുകളുടെ കണക്കൊക്കെ കേട്ടിട്ട് ഇത്തവണ കട്ട് ഓഫ് അങ്ങ് ഒരുപാട് ഉയരും. അതായത് 670 ആവുന്നായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടത്. ഇപ്പം എന്താണ്, അത് 620 625 ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇതിനനുസരിച്ച് കുട്ടികളുടെ ആശങ്ക ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കുക അല്ലേ? സത്യമല്ലേ നിങ്ങളുടെ അവസ്ഥ? മക്കളെ, ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീറ്റിൻ്റെ പരീക്ഷയിൽ കാര്യമായിട്ടൊരു വ്യത്യാസം എളുപ്പമാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പ്രത്യേകിച്ച് കോച്ചിങ് സെൻറ്ററുകളൊക്കെ എന്താണ്, പലപ്പോഴും കറക്റ്റ് ഡാറ്റ ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ജൂണിൽ ആദ്യത്തെ അല്ലെ രണ്ടാമത്തെ ആഴ്ച നിങ്ങൾ റിസൾട്ട് വരുന്നവരെ ആ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിക്കരുത്. 620 600 670 എന്താണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയമാണ്. പക്ഷേ അവിടെ ഒരുപാട് കുട്ടികൾ, കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തൊരു വലിയ മണ്ടത്തരാണ്. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ, എന്തായാലും നീറ്റ് കിട്ടും, ഓൾ ഇന്ത്യ അല്ലെങ്കിൽ കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ വേറെ ഒരു കോഴ്സിനും ഒന്നിനും അപ്ലൈ ചെയ്യില്ല, ഒരു എൻട്രൻസും എഴുതൂല. ആ ഒരു മണ്ടത്തരം എന്ത് ചെയ്യുക, ഇത്തവണ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് കോളേജ് അഡ്മിഷൻ, അതായത് കേരളത്തിലെ മുഴുവൻ കോളേജുകളിലേക്കുള്ള ഡിഗ്രി അഡ്മിഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതിന് മാത്രം കഷ്ടപ്പാടോ സമയം ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്, അല്ലെ നിങ്ങൾക്ക് കിട്ടി, അഡ്മിഷനും കിട്ടി, നീറ്റും കിട്ടിയാൽ നിങ്ങൾ ഈ അഡ്മിഷന് പോവാതിരുന്നാൽ മതി. അതേപോലെ തന്നെ കീമിന് ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വീണ്ടും കൂടുതൽ പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. എഞ്ചിനീയറിങ്ങിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കീം എഴുതുക. അതേപോലെ തന്നെ CUETക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എഴുതുക. ആൻഡ് അതിലിപ്പോൾ പരീക്ഷ നടക്കേണ്ട സമയമായി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. പാരാമെഡിക്കൽ കോഴ്സിന് നിങ്ങളുടെ +2 മാർക്ക് മാത്രമാണ് ഇത്തവണയും കേരളത്തിൽ പരിഗണിക്കുന്നത്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തിടാം. അതിനുശേഷം എന്താണ്, നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും, നമുക്ക് കിട്ടുമോ ഇല്ലയോ, എന്താണ് നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക്, കേരള റാങ്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുകയാണ്, കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം. ഇനി കിട്ടിയിട്ടില്ലേ, വീണ്ടും നിങ്ങളെ മുന്നിൽ എന്തുണ്ട്, ഈ ഓപ്ഷനുകളൊക്കെ എന്താണ് അവിടെ തുറന്നു കിടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് തോന്നണം എനിക്ക് എന്തായാലും ഡോക്ടർ തന്നെ ആവണം എന്നാണ്. ഒന്നും കൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ആ സമയത്ത് എന്താണ്, എജു പോർട്ടലൊക്കെ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം റിപ്പീറ്റേഴ്സിന് വേണ്ടി മാത്രമുള്ള ബാച്ചുകൾ ഉണ്ടാവും. ആൻഡ് അപ്പം ചില കുട്ടികളുടെ പ്രശ്നം, സാർ അതിപ്പോൾ ഇത് ഓൾറെഡി ഒരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്തുകൂടാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 600 മാർക്കിൻ്റെ മുകളിൽ, അവർക്കാണല്ലോ ഈ കൺഫ്യൂഷൻ മൊത്തം, 600 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാ. ഇനി എന്താ, ഇനി റിപ്പീറ്റ് എന്നുള്ളത് ജസ്റ്റ് അത് റിവൈസ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. ഇപ്പം തന്നെ തുടങ്ങിയിട്ടില്ലെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. ആകെ ഒരൊറ്റ ടിപ്പ് മാത്രം കൂടെ എനിക്ക് പറയാം, നിങ്ങൾ വല്ലാതെ എന്തായിപ്പോൾ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും അതിലും ഇതിലൊക്കെ മുങ്ങി ആണ്ട് പോവാതിരിക്കുക. കുറച്ചൊക്കെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആക്കിക്കോ, എന്നിട്ട് റിസൾട്ട് അതുവരെ നിങ്ങൾ കൂളായിരിക്കും. അല്ലെങ്കിൽ തന്നെ എന്താണ്, ഞങ്ങളൊരു അനാലിസിസ് ഒരൊന്നും തരാത്തതിൻ്റെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ, വെറുതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ മൂഡ് ഓഫ് ആക്കേണ്ട വിഷയമില്ല. നമുക്ക് എന്താട്ടെ, റിസൾട്ട് വരട്ടെ, അതുവരെ കൂളായി നിൽക്കുക. എനിക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് 600ൻ്റെ മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മാക്സിമം എഫേർട്ട് ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ഈ പരീക്ഷകൾ എഴുതാനുള്ള പരീക്ഷകളൊക്കെ എഴുതുക, അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ അപ്ലൈ ചെയ്യുക. നമുക്കൊരു ഓപ്ഷൻ ബി എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ റാങ്ക് കുറിച്ച് ചില ആൾക്കാർ കോളേജ് അപ്ലൈ ചെയ്ത് എൻ്റെ റാങ്ക് കുറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഓൾറെഡി ഫിക്സഡ് ആണ്. ഇതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണല്ലേ. അപ്പം ശരി, കാണാം.